ഇന്നത്തെ ദിവസം ദ മമ്മൂട്ടി ഡേ എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എബ്രഹാം ഓസ്ലർ, അതുപോലെ തന്നെ ബ്രഹ്മയുഗത്തിൻ്റെ ടീസർ. എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇന്ന് ആ ഒരു സിനിമ റിലീസായപ്പോൾ അതിനുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടി. ഇതിനകത്ത് മമ്മൂട്ടി ഉണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യലി അത് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് മമ്മൂട്ടി ഉള്ള കാര്യം. സോ നമുക്കതൊരു സർപ്രൈസ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കതൊരു സ്പോയിലറായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. സോ മമ്മൂട്ടി ഉണ്ടെന്ന് തുറന്ന് പറയാം. പല റിവ്യൂവേഴ്സും മമ്മൂട്ടിയുടെ കാര്യം പറയാതാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അണിയറ പ്രവർത്തകർ തന്നെ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മറച്ചു വെക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില സിനിമകളുണ്ട് ആദ്യം കാണുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്ത് മാത്രം നീതി പുലർത്തുന്ന സിനിമ. കാര്യം അതുപോലൊരു മൂവിയാണിത്. ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ടവർക്ക് കിട്ടുന്ന ഗൂസ് ബംസും അല്ലെങ്കിൽ ആ ഒരു ആവേശവും അത് കഴിഞ്ഞ് അടുത്ത ഷോയ്ക്ക് കാണുന്നതിന് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ത് റോളാണ് ചെയ്യുന്നതെന്ന് അറിയാതാണ് ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയ്ക്ക് പോയി കാണുന്നത്. സോ അത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ റോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് കാട്ടുതീ പോലെ പടർന്ന്. ഇതിനകത്ത് മമ്മൂട്ടി ഉണ്ട്, മമ്മൂട്ടി ഇന്ന റോളാണ് ചെയ്യുന്നത്, മമ്മൂട്ടിയുടെ ഇൻട്രോ മാങ്ങാത്തലി കുറച്ചക്രം എന്നൊക്കെ പറഞ്ഞ് കാട്ടുതീ പോലാണ് മമ്മൂട്ടിയെ വെച്ച് ഇറങ്ങിയിരിക്കുന്നത്. അവർ അണിയറ പ്രവർത്തകരും മമ്മൂട്ടിയുടെ ഒരു ഇൻട്രോയുടെ ആ സീൻ കട്ട് ചെയ്ത് എന്താ പറയുക, ആ ഒരു പോസ്റ്ററും അടിച്ച് മിഥുൻ മാനുവൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആദ്യം കാണുന്നവരുടെ അടുത്ത് മാത്രം നീതി പുലർത്തുക. ഞാൻ ഉച്ചക്കലത്തെ ഷോയ്ക്കാണ് പോയി കണ്ടത്. സോ എനിക്ക് അന്നേരം മനസ്സിലായി, ഉച്ചയായപ്പോഴേ മനസ്സിലായി ഇതിനകത്ത് മമ്മൂട്ടി ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് ആ ഒരു സർപ്രൈസിങ് എലമെൻറ്റ് കിട്ടിയില്ല. അതാ പറയുന്നത്, ചില സിനിമകൾ അങ്ങനെയാണ്, ആദ്യം കാണുന്നവരടുത്ത് മാത്രം നീതി പുലർത്തും. പ്രത്യേകിച്ച് ഈ കമിയോ റോൾസിൻ്റെ എല്ലാം അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് ഈ കമിയോ റോളൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് സെക്കൻഡ് ഹാഫ് ഉടനീളമായിട്ട് മമ്മൂട്ടി ഉണ്ട്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. പക്ഷെ ആ ഒരു ഇൻട്രോ സീൻ, ആ ഒരു മമ്മൂക്കാൻ്റെ ഇൻട്രോ സീൻ, എൻ്റെ പൊന്നോ, തിയേറ്ററിൽ ജയറാമിൻ്റെ ഇൻട്രോയ്ക്കൊന്നും, ജയറാമിൻ്റെ ഒരു സീനിന് പോലും കൈയടി കിട്ടിയിട്ടില്ല. മമ്മൂട്ടിയുടെ ആ ഒരു ഇൻട്രോ സീന് എല്ലാവരും എണീറ്റ് കൈയടിച്ചെന്നുള്ളതാണ്. സീരിയസ്ലി എല്ലാവരും അമ്മാതിരി കൈയടി. ഗൂസ് ബംസ് സീൻ. ഈ വർഷത്തെ ഈ പടം അത്ര ഒരു കിടിലൻ പടമെന്ന് ഞാൻ പറയില്ല, ഒരു ആവറേജ് മൂവിയാണ്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ സീൻ ഈ വർഷത്തെ ഏറ്റവും കിടിലൻ സീനായിരിക്കും. കാരണം അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് പുള്ളിയുടെ ആ ഒരു ഇൻട്രോ. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റോള്, അതുപോലത്തെ ഒരു സാധനം. പിന്നെ ഈ സിനിമ ജയറാമിൻ്റെ തിരിച്ചുവരവാണെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇത് ജയറാമിൻ്റെ തിരിച്ചുവരവാണെന്ന്. കുഴി കിടന്നവനെ കൈപിടിച്ച് എണീപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു കാര്യമാണ് ഇതിനകത്ത് മമ്മൂട്ടി ചെയ്തത്. എന്ന് പറയുമ്പോൾ ജയറാം കുഴി കിടക്കുകയാണ്, സിനിമ എല്ലാം പൊട്ടിപ്പാളി കുഴി കിടക്കുകയാണ്. അന്നേരം പടം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയെ കൊണ്ടുവന്നു, മമ്മൂട്ടി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്ന് ആ പടം വിജയിച്ചു. അല്ലാതെ ജയറാമിൻ്റെ കഴിവ് കൊണ്ട്, ഈ ഒരു സിംഗിൾ ഹാൻഡിലി ജയറാം മാത്രം ഉണ്ടായതുകൊണ്ട് ഈ ഒരു പടം വിജയിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു മൂവിക്കകത്ത് ഒരു എക്സ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു വിജയിക്കാനുള്ള ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെ ആ ഒരു സ്വാഗ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു റോള് കൊണ്ടാണ്. മമ്മൂട്ടി ഇതിനകത്ത് വില്ലൻ റോളാണ് അഭിനയിക്കുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഒരു നീതിമാനായ വില്ലനാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഒരു വില്ലനെ നമുക്കൊരു കൊടൂര വില്ലനെയൊന്നും കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ ഒരു വില്ലൻ ക്യാരക്ടറിനെ കുറേ സോഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മമ്മൂട്ടി അഭിനയിക്കുമ്പം ഐക്കകത്ത് കണ്ട സുരേഷ് ഗോപിയുടെ വില്ലത്തരം പോലുള്ള വില്ലത്തരം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ ആ ഒരു ക്യാരക്ടറിനെ ഒരു നീതിയുള്ള വില്ലൻ, അവൻ ചെയ്തത് ശരിയാണ്, അവൻ ഇത്ര കൊലകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊരു ശരിയാണ്, അതിൻ്റെ പുറകിലൊരു നീതി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വില്ലനാക്കിയാണ് ഇതിനകത്ത് മമ്മൂട്ടിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. സോ മേ ബി ചിലപ്പം ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ആക്കിയെടുത്തത്. സോ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു ദിവസം മമ്മൂട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ബ്രഹ്മയുഗത്തിലേക്ക് വരാം. ബ്രഹ്മയുഗത്തിൻ്റെ പോസ്റ്റർ രണ്ടുകൊണ്ട് ഇറങ്ങി. അന്യായ സാധനം. മമ്മൂട്ടിയുടെ ഇങ്ങനെ ആദ്യത്തെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനം തന്നെ, അയ്യോ, നമ്മൾ കിളി പറത്തുന്ന ഐറ്റം. പിന്നെ അത് കഴിഞ്ഞില്ല ദിഗംബരൻ്റെ കൂട്ടുള്ള സാധനമൊക്കെ വെച്ച് കഥകളിയുടെ ഒരു സെറ്റപ്പിൽ ഒരെണ്ണം വന്ന്, അയ്യോ അതും ഹെവി സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനത്തെ പടം കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ ബ്രഹ്മയുഗത്തിൻ്റെ ആ ഒരു പോസ്റ്ററിനകത്ത് എഴുതിയേക്കെന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് മാഡ്നെസ് എന്നാണ്.
സീരിയസ്ലി ഇങ്ങർക്ക് 72 വയസ്സായി, ഇങ്ങർക്ക് ഇപ്പോഴും പ്രാന്ത് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എടുത്ത് ചെയ്യുന്നത്. സീരിയസ്ലി അങ്ങേരുടെ പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രമല്ല അങ്ങേര് ചെയ്യുന്നത്, അങ്ങേരുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രാന്തും അല്ല അങ്ങേർക്ക്. ഇത് മുഴുത്ത ഭ്രാന്ത്, അഭിനയം തലയ്ക്ക് കയറിയിട്ടുള്ള പ്രാന്ത്. അമ്മാതിരി സാധനങ്ങളാണ് മമ്മൂക്കയിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്താ പറയുക, ഇത് എന്ത് മനുഷ്യനാണോ ഇങ്ങേര്. എൻ്റെ മോനെ, കഴിഞ്ഞ ദിവസം ആ ഒരു കലോത്സവത്തിന് വെള്ളം ഇട്ട് വന്നപ്പോൾ തന്നെ അത് എന്ത് ചെയ്താലും വൈറൽ. അത് തന്നെ എന്തോ പൊന്നോ ഒരു രക്ഷയില്ല. എന്ത് മനുഷ്യന് ഒരു സ്വാഗ് എന്ന് പറഞ്ഞുണ്ടല്ലോ, വമ്പൻ സ്വാഗ്. നമ്മൾ ഈ ഓസ്ലർ മൂവി തന്നെ എടുക്കാം. ഓസ്ലറിനകത്ത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ജയറാം നിന്ന് തകർന്നാടുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒന്നും വലുതായിട്ട് ആ ഒരു ഓറയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മമ്മൂട്ടി കുറച്ച് സീൻസിനകത്ത് ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഓറ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അതാണ് നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പം തന്നെ നമ്മൾ എണീറ്റ് പോകും, തനിയെ ഓട്ടോമാറ്റിക്കലി എണീറ്റ് കൈ അടിച്ചു പോകും. അതാണ് ഒരു നടൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു സ്വാഗെന്നോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത്. അത് ജയറാമിനൊക്കെ എത്രമാത്രം ഉണ്ടെന്നൊന്നും അറിയില്ല. മലയാളത്തിൽ തന്നെ വളരെ ചുരുക്കം. മമ്മൂട്ടിക്കുണ്ട്, മോഹൻലാലിനുണ്ട്, പിന്നെ സുരേഷ് ഗോപിക്കും ഒരു പരിധി വരെ ഉണ്ട്. എന്നാലും മമ്മൂട്ടിക്കും മോഹൻലാലിനുള്ള അത്രയുള്ള ഒരു സംഭവം അവർക്കില്ല. ഇപ്പോൾ തമിഴ് എടുക്കുവാണെങ്കിൽ രജനികാന്ത്, ജയിലറിനകത്ത് പുള്ളിക്ക് ഫൈറ്റ് ചെയ്യുക, പുള്ളി ഒരിടത്ത് പോലും ഒരു ഭയങ്കര ഫൈറ്റൊന്നും കാഴ്ചവെച്ചിട്ടില്ല. പുള്ളി വന്ന് ഇരിക്കുക, നടന്നു പോവുക, കുറച്ച് ഡയലോഗ്സ് അടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്ന രോമാഞ്ചം അത് വേറെ ആർക്കും അത്രയും വെറുതെ ഒരു ഇരുത്തയിലോ ഒരു നോട്ടത്തിലോ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് സ്റ്റാർ എന്ന് പറയുന്നത്. സോ ആ ഒരു സാധനം ജയറാമിനൊന്നും പറ്റില്ല, സീരിയസ്ലി പറ്റില്ല, ജയറാമിനെ കൊണ്ട് പറ്റില്ല. അത് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു സാധനമാണ്. സോ നമ്മൾ ബ്രഹ്മയുഗം ആണല്ലോ പറഞ്ഞിട്ടുള്ളത്, അതിനകത്ത് നിന്ന് ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ ബ്രഹ്മയുഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ടീസർ കണ്ടു. എന്തുവാണോ അത്, എന്താണിത്, നെഗറ്റീവ് റോളാണ് മമ്മൂക്ക എന്ന് പറയുന്നു. മമ്മൂക്ക അവസാനം വന്നിട്ട് ഒരു ചിരിയും ഒരു വിളക്കൂതി ഇങ്ങനെ നാക്കുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ എന്നടാ പണി വെച്ചിருக்கு. ഒരെത്തും പിടിയും കിട്ടാത്ത സാധനം. എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡ് സാധനം കണ്ടാണിത്. ഒരു നാഷണൽ അവാർഡ് മെറ്റീരിയലാണ് മാത്രം. അതോടൊപ്പം തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സാധനം. പിന്നെ എനിക്കൊരു കൺസേൺ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ടീസർ വന്നേക്കുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ ഒരു 2024 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിക്ക് എത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ 2-3 ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആരൊക്കെയോ അത് കുറച്ച് കളറൊക്കെ ചെയ്ത് കളർ ഗ്രേഡൊക്കെ ചെയ്ത് നോർമൽ കളർ പിക്കാക്കി ഞാനവിടെ വെക്കാം. അത് കണ്ടപ്പോൾ എൻ്റെ മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാക്കിയതിനേക്കാളും ഇമ്പാക്റ്റ് ആ ഒരു കളർ ഇമേജിനകത്ത് കിട്ടുന്നുണ്ട്. സോ അത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് കാണാൻ ഇഷ്ടം എപ്പോഴും എന്താണ്, കുറച്ച് കളറൊക്കെ ഉള്ള ഇമേജാണ്. കളറുള്ള ഇമേജ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സെറ്റായേനെ. ഇപ്പം നമ്മൾ ഈ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ഹൈ ലെവൽ സാധനം, ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള സാധനം കിട്ടിപ്പോയേനെ. സോ എന്നിരുന്നാലും ബ്രഹ്മയുഗം അതൊരു എപ്പിക് സാധനമാവാൻ ചാൻസ് ഉണ്ട്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ തന്നെ ഒരു നാഴികക്കല്ല്. ഇനി അങ്ങർക്ക് നാഴികക്കല്ലൊന്നും കിട്ടാനില്ല. പക്ഷേ കാതൽ ഒരു നാഴികക്കല്ലായിരുന്നു. അങ്ങനത്തെ റോള് പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. വില്ലൻ റോള് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബ്രഹ്മയുഗത്തിലെ പോലത്തെ ഒരു വില്ലൻ റോള് മമ്മൂട്ടിയുടെ കരിയർ ചിലപ്പം ചെയ്തിട്ടുണ്ടാവത്തില്ല. സോ ആ ഒരു ക്യാരക്ടർ നാഴികക്കല്ല് തന്നെ ആയിരിക്കും. 72 വയസ്സിൽ മമ്മൂട്ടിക്ക് ഇപ്പം. സോ 72ാമത്തെ വയസ്സിലും എന്ത് മനുഷ്യൻ ഇദ്ദേഹം, നല്ല ഏലിയനുമാണോ എനിക്കറിയാൻ പാടില്ല. എന്ത് മനുഷ്യനാണ്. അയ്യോ, ആക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച് ഇങ്ങോട്ട് വീണ മനുഷ്യന്മാരാണെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ഹെവി സാധനം, ഹെവി.